അനിയൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് നാട്ടിലെ ഏട്ടത്തെയും കസിൻസ് എല്ലാം തകൃതിയായി ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എനിക്കാണെങ്കിൽ ഇവിടെ തീരെ ഇരുത്തപ്പൊറുതിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയൻ്റെ കോള് വരുന്നത്. എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ നേരെ അങ്ങോട്ട് വിട്ട്. ഞാൻ ബർഷയിലും അവൻ ദേരയിലുമാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ഷോപ്പിംഗ് ആയതുകൊണ്ട് നമ്മൾ നേരെ വിട്ടത് ദേര നൈറ്റ് സൂക്കിലേക്കാണ്. അവിടെ എത്തിയ പാട് നമ്മളെ തീറ്റ തുടങ്ങി. അടുക്കിലെ കാസർഗോഡ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അടിപൊളി പള്ളിക്കറിയും നെയ്ച്ചോറും കഴിച്ചു. ഡ്രസ്സിൻ്റെ അതിർപ്പം കണ്ടിട്ട് കയറിയതാണ്. ആടെയാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെയുള്ള ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. കുറേ ഷോപ്പിൽ കയറി നടന്ന് ക്ഷീണായപ്പോഴാണ് സൈഡിൽ അറബിക് സ്വീറ്റായ ലുക്കിമാത്ത് കാണുന്നത്. അതും കഴിച്ച് വീണ്ടും കണ്ടിന്യൂ നടത്താൻ തുടങ്ങി. കാര്യമായിട്ട് പോയത് ചെക്കന് കുറച്ച് ഷോപ്പിങ്ങിനാണ്. പക്ഷേ എൻ്റെ ഡ്രസ്സ് എടുക്കൽ ചടങ്ങാണ് അവിടെ കഴിഞ്ഞത്. പിള്ളേരെ കരയിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ടോയ്സ് എല്ലാം എടുത്ത് പുറത്തെടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മക്കളെ ഇങ്ങനെ തട്ടിയിട്ട് പോകണം. കാര്യമായിട്ട് ഷോപ്പിങ്ങിന് വിളിച്ച ആൾ ഒന്നും വാങ്ങിയില്ല. എൻ്റെ കൂടെ നടന്ന് സൈഡായി. അനിയൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് നാട്ടിലെ ഏട്ടത്തെയും കസിൻസ് എല്ലാം തകൃതിയായി ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എനിക്കാണെങ്കിൽ ഇവിടെ തീരെ ഇരുത്തപ്പൊറുതിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയൻ്റെ കോള് വരുന്നത്. എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ നേരെ അങ്ങോട്ട് വിട്ട്. ഞാൻ ബർഷയിലും അവൻ ദേരയിലുമാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ഷോപ്പിംഗ് ആയതുകൊണ്ട് നമ്മൾ നേരെ വിട്ടത് ദേര നൈറ്റ് സൂക്കിലേക്കാണ്. അവിടെ എത്തിയ പാട് നമ്മളെ തീറ്റ തുടങ്ങി. അടുക്കിലെ കാസർഗോഡ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അടിപൊളി പള്ളിക്കറിയും നെയ്ച്ചോറും കഴിച്ചു. ഡ്രസ്സിൻ്റെ അതിർപ്പം കണ്ടിട്ട് കയറിയതാണ്. ആടെയാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെയുള്ള ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. കുറേ ഷോപ്പിൽ കയറി നടന്ന് ക്ഷീണായപ്പോഴാണ് സൈഡിൽ അറബിക് സ്വീറ്റായ ലുക്കിമാത്ത് കാണുന്നത്. അതും കഴിച്ച് വീണ്ടും കണ്ടിന്യൂ നടത്താൻ തുടങ്ങി. കാര്യമായിട്ട് പോയത് ചെക്കന് കുറച്ച് ഷോപ്പിങ്ങിനാണ്. പക്ഷേ എൻ്റെ ഡ്രസ്സ് എടുക്കൽ ചടങ്ങാണ് അവിടെ കഴിഞ്ഞത്. പിള്ളേരെ കരയിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ടോയ്സ് എല്ലാം എടുത്ത് പുറത്തെടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മക്കളെ ഇങ്ങനെ തട്ടിയിട്ട് പോകണം. കാര്യമായിട്ട് ഷോപ്പിങ്ങിന് വിളിച്ച ആൾ ഒന്നും വാങ്ങിയില്ല. എൻ്റെ കൂടെ നടന്ന് സൈഡായി.